ഏറ്റവും നല്ലൊരു ബിസിനസ് മോഡൽ തന്നെയാണ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. മറ്റേതൊരു ബിസിനസ് പോലെ നല്ല രീതിയിലുള്ള ഫ്യൂച്ചർ അല്ലെങ്കിൽ നമ്മുടെ ഫൈനാൻഷ്യൽ ഗ്രോത്തൊക്കെ ഉണ്ടാകാനായിട്ട് സാധ്യതയുള്ള ഒരു മേഖല തന്നെയാണ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. പക്ഷേ ഇത്രയും സാധ്യതകളുണ്ടായിട്ടും കൂടുതൽ ആളുകളും 99% ആളുകളും ട്രേഡിങ്ങിൽ പരാജയപ്പെടുന്നു എന്നാണ് പൊതുവെയുള്ളൊരു കണക്ക്. ഏതൊരു ബിസിനസ്സും സക്സസ് ആകുക എന്ന് പറയുന്നത് അതിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. നമുക്കൊരു ഐഡിയ ഉണ്ട്. ആ ഐഡിയ നമ്മൾ മാർക്കറ്റിൽ എങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് എന്നതിനെ ബേസ് ചെയ്തിരിക്കും ആ ഒരു ബിസിനസ്സിൻ്റെ സക്സസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ട്രേഡ് ചെയ്യുന്നു, നമ്മളൊരു ബിസിനസ്സാണ് ചെയ്യുന്നത്. ഈ ബിസിനസ് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്, മാർക്കറ്റിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്കൊരു സ്ട്രാറ്റജി ഉണ്ടാകും, എൻട്രി എടുക്കാനും എക്സിറ്റ് എടുക്കാനും ഒരു സ്ട്രാറ്റജി ഉണ്ടാകും. അതും നിങ്ങൾ ഒരു ട്രേഡ് എക്സിക്യൂഷൻ്റെ പാർട്ട് ഓഫ് ദി ഗെയിമാണ്. അതുപോലെ നമുക്ക് കുറേ കാര്യങ്ങൾ നോക്കണം. അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ക്യാപിറ്റൽ തന്നെയാണ്. ആ ക്യാപിറ്റൽ വെച്ചിട്ടാണ് നമ്മൾ ട്രേഡും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താണ്, നമ്മുടെ ക്യാപിറ്റലിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ള കാര്യമാണ് ചെയ്യേണ്ടത്. വളരെ ചെറിയ എമൗണ്ടുമായിട്ട് ട്രേഡ് ചെയ്യാൻ വന്ന് വലിയ എമൗണ്ട് ഉണ്ടാക്കാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ എട്ടായിട്ട് മടക്കി പോക്കറ്റ് വെച്ചാൽ മതി. കാരണം അങ്ങനെയൊന്നും മാർക്കറ്റിൽ നടക്കത്തില്ല. വളരെ സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ടുള്ള ഗ്രോത്തേ മാർക്കറ്റിൽ ഉണ്ടാവുള്ളൂ, നമുക്കെല്ലാവർക്കും ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മൾ ട്രേഡിങ്ങിലേക്ക് വരുമ്പോൾ നമുക്കൊരു ഒരു സെർട്ടൻ എമൗണ്ട് ഓഫ് ക്യാഷ് നമുക്ക് വേണം. ഏകദേശം ഒരു 50K ഒക്കെ നമുക്ക് മിനിമം എങ്കിലും ട്രേഡ് ചെയ്യാനുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ പൊസിഷൻ സൈസും കാര്യങ്ങളൊക്കെ ചെയ്ത് ട്രേഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പൊതുവേ ആളുകൾ ഒരു 2000 രൂപ 3000 രൂപ അല്ലെങ്കിൽ ഒരു $15, $20, $50 ആയിട്ട് വന്ന് ട്രേഡ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അതിൽ വളരെ ചെറിയ ആളുകളും വളരെ ചുരുക്കം ആളുകൾ മാത്രമേ ഗ്രോത്ത് ഉണ്ടാക്കുന്നുള്ളൂ. അവരതുപോലെ ഡിസിപ്ലിൻഡായിട്ട് ട്രേഡ് ചെയ്യുന്നത് കൊണ്ടാണ് അവർക്ക് ആ ഒരു കാര്യം ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നത്. ഇതൊന്നും അറിയാതെ മാർക്കറ്റിൽ വന്ന് മാർക്കറ്റിൽ പൈസ ഉണ്ടാക്കാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് അധികവും. അങ്ങനെയുള്ളവരാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനൊരു സ്ഥലമല്ല മാർക്കറ്റ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതായ കുറേ കാര്യങ്ങളുണ്ട്. നിങ്ങൾ അവിടെ ഇവിടെയൊക്കെ അറ്റവും മൂലയൊക്കെയായിട്ട് എന്തെങ്കിലും ഐഡിയ ആയിട്ട് വന്നു കഴിഞ്ഞാൽ അത് നമുക്കൊരിക്കലും മാർക്കറ്റിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഗൈഡൻസോ അല്ലെങ്കിൽ മാർക്കറ്റ് എക്സ്പീരിയൻസോ ഇല്ലാതെ നിങ്ങൾക്കത് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇതിൽ തന്നെ വളരെ സിമ്പിളായിട്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞു തരാം. പൊസിഷൻ സൈസിങ് ഞാൻ പറഞ്ഞല്ലോ, തൊട്ട് മുന്നേ ഞാൻ പറഞ്ഞു നമുക്ക് ട്രേഡ് ചെയ്യാനൊരു ഒരു സെർട്ടൻ എമൗണ്ട് നമുക്ക് വേണം. അത്യാവശ്യം നമുക്ക് ക്യാപിറ്റൽ വേണം. ആ ക്യാപിറ്റൽ വെച്ചിട്ടായിരിക്കും നമുക്ക് ട്രേഡ് ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ നമ്മളൊരു $50 അല്ലെങ്കിൽ $40 കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്കൊരു 2, 3, 4 ട്രേഡൊക്കെ കണ്ടിന്യൂസ് സ്റ്റോപ്പ് ലോസ് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ക്യാപിറ്റലിൽ ഒരു നല്ലൊരു ശതമാനം വൈപ്പ് ചെയ്തങ്ങ് പോകും. പിന്നെ നമുക്ക് നല്ല ഓപ്പർച്യൂണിറ്റീസ് വന്നു കഴിഞ്ഞാൽ എൻട്രി എടുക്കാൻ നമുക്ക് ക്യാപിറ്റലും കാണത്തില്ല, നമുക്ക് ആ ട്രേഡിനെ മാനേജ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ നമുക്ക് നിശ്ചിത എമൗണ്ട് വേണം. ഇപ്പം ഒരു 1 lakh ഒക്കെ ആയിട്ട് നിങ്ങൾ ട്രേഡ് ചെയ്യാൻ വരുന്നെങ്കിൽ ആ 1 lakh ഇട്ട് ഒരിക്കലും ട്രേഡ് ചെയ്യാൻ നിൽക്കരുത്. നിങ്ങൾ അതിനൊരു 10,000 രൂപ അല്ലെങ്കിൽ ഒരു 5,000 രൂപ ഇട്ട് മാത്രമേ ഓരോ പൊസിഷനുകളും എടുക്കാനായിട്ട് പാടുള്ളൂ. ഫുൾ ക്യാപിറ്റലിട്ട് ട്രേഡ് ചെയ്യുന്ന ആളാണെങ്കിൽ ഞാൻ പറയുന്ന രീതി നിങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കണം. നല്ല രീതിയിലുള്ള മാറ്റം നിങ്ങൾക്ക് ഉണ്ടാകും. കാരണം നമുക്ക് ആ ട്രേഡിൽ കോൺഫിഡൻസോടുകൂടി ഇരിക്കാനായിട്ട് പറ്റും. നമുക്കൊരിക്കലും പേടി ഉണ്ടാവില്ല. അപ്പോൾ പൊസിഷൻ സൈസിങ് എന്ന് പറയുന്നത് ട്രേഡിങ്ങിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെയാണ് നമുക്ക് അത്യാവശ്യം ക്യാപിറ്റൽ വേണം. ഒരിക്കലും ചെറിയ എമൗണ്ട് ഇട്ട് നിങ്ങൾ ട്രേഡ് ചെയ്യാനായിട്ട് നിൽക്കരുത്. ആ സമയത്ത് നിങ്ങൾ ട്രേഡിങ് പഠിക്കാനായിട്ട് താല്പര്യം പ്രകടിപ്പിക്കുക. ആ ഒരു എമൗണ്ട് വെച്ചിട്ട് ഒരിക്കലും നിങ്ങൾക്ക് ഒരു $20, $30 വെച്ചിട്ടൊന്നും ഒരിക്കലും നിങ്ങൾക്ക് വലിയ എമൗണ്ടുകൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കില്ല.